ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വിലായത്ത് ബുദ്ധ അപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ആ ട്രെയിലർ കണ്ടിട്ട് ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണെന്ന് പറയാം. കാരണം ആ ട്രെയിലർ കണ്ടപ്പോൾ ഈ ഒരു സിനിമ, ചില ട്രെയിലറുകൾ നമ്മളിങ്ങനെ ചില ട്രെയിലറുകൾ കാണുമ്പോൾ നമുക്ക് സിനിമ കണ്ടാലോ എന്ന് തോന്നിപ്പോവും. ആ തരത്തിലുള്ള ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഒരു മാസ് ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, അയ്യപ്പൻ കോശി ഡ്രൈവിംഗ് ലൈസൻസ് ആ മോഡലിൽ ഒരു ഈഗോ ക്ലാഷ് പറയുന്നൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിലായത്ത് ബുദ്ധ ആ ട്രെയിലർ കണ്ടിട്ട്. ഏതായാലും രാജുവേട്ടൻ്റെ, പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമ, അതായത് ഏകദേശം അദ്ദേഹം 2024 ശേഷം അദ്ദേഹം മലയാള സിനിമയൊന്നും വന്നില്ല. അപ്പോൾ അതിനുശേഷം വരുന്ന, എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലനടയ്ക്ക് ശേഷം വരുന്ന മലയാള ചിത്രമാണെന്ന് തോന്നുന്നു ഇത്. അത് റിലീസായതാവട്ടെ 2024 മെയ്യിലായിരുന്നു. അപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ മലയാള സിനിമ തിയേറ്ററിൽ വന്നിട്ട്. അപ്പം വിലായത്ത് ബുദ്ധ നല്ലൊരു അടിപൊളി ട്രെയിലർ. ആ ഒരു സിനിമ ഗംഭീരമാക്കുവാനായിട്ട് ഷമ്മി തിലകൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ അടിപൊളി ഒരു വില്ലൻ പെർഫോമൻസ്. ഏതായാലും വില്ലൻ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ വില്ലൻ സ്ട്രോങ് ആയാലേ നായകൻ സ്ട്രോങ് ആകുകയുള്ളൂ. അപ്പോൾ ഏതായാലും വില്ലൻ സ്ട്രോങ് ആയതുകൊണ്ട് നായകൻ ഓഫ് കോഴ്സ് സ്ട്രോങ് ആണ്. അപ്പോൾ ഏതായാലും നല്ലൊരു ഇതായിരിക്കും, നമുക്ക് ദൃശ്യവിസ്മയമായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ജാക്സ് വിജയുടെ മ്യൂസിക്കും BGM കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ജയൻ നമ്പ്യാരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സച്ചി എടുക്കാൻ ഉദ്ദേശിച്ച സിനിമ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് ഈ ഒരു ടീമിലേക്ക് പോവുകയായിരുന്നു. വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ളൊരു സിനിമ, കൊമേഴ്സ്യൽ ഘടകങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. നവംബർ 21 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒത്തിരി നാളുകളായി മലയാളത്തിലൊരു മാസ് സിനിമ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടെന്ന് പറയാം. അതും മുൻനിര നായകന്മാരുടെ. അവസാനം കണ്ട ഒരു തുടരും പോലൊരു മാസാണ് നമ്മൾ തുടരും പോലെ സിനിമയാണ് കണ്ടത്. അതിനുശേഷം ഒരു മുൻനിര നായകൻ്റെ പടം വരുന്ന ഒരു മാസ് സിനിമയ്ക്ക് എലമെൻറ്റുമായിട്ട് വിലായത്ത് ബുദ്ധ. ഏതായാലും രാജുവേട്ടൻ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം യങ് നിരയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാസ് ചെയ്യാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് മാത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ചിത്രങ്ങൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പുതിയ മുഖമായിക്കോട്ടെ, താന്തോന്നി ആയിക്കോട്ടെ, കടുവ ആയിക്കോട്ടെ, ആ ഒരു നിരയിലേക്ക് വരുന്നൊരു ചിത്രമായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയുമൊക്കെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു പോയി. വിലായത്ത് ബുദ്ധ ഏതായാലും വന്യ വിജയമാവട്ടെ. ഷമ്മി തിലകൻ ചേട്ടൻ, സുരാജ് ചേട്ടനൊക്കെ ഉണ്ട് ചിത്രത്തിൽ. നല്ലൊരു ആക്ഷൻ സിനിമയായിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.